ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ കൂടെ ആയിരിക്കുമല്ലോ എല്ലാവരുടെ അന്വേഷണം ആദ്യം തുടങ്ങുന്നത്. അപ്പം എന്തായിരുന്നു ആ അന്വേഷണം ഫസ്റ്റത്തെ ആ ഒരു? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഒക്കത്തിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കാക്കയെ കാണെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് സഹജമായിട്ട് എല്ലാവരിലും ഉള്ള ഒരവസ്ഥയാണ് മറ്റൊന്നിനെ അറിയുക എന്നുള്ളത്. അപ്പോൾ ആ എല്ലാ ചോദ്യങ്ങളിലും സംഭവിക്കുന്നത് എന്താണ്, എന്നിൽ നിന്ന് സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒന്നിനെ എനിക്കറിയണം എന്നുള്ളൊരു ത്വരയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും സഹജമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അറിയും തോറും ഇതൊരു നോളജായിട്ട് നമ്മൾ നിൽക്കും. ഓരോ സാധനങ്ങൾ അറിയും തോറും അപ്പോൾ അതിൽ ഇഷ്ടക്കേടും വരും. അപ്പോൾ ഇഷ്ടം വന്നാൽ അത് സ്വന്തമാക്കണമെന്ന് തോന്നും, ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകേണ്ടെന്ന് തോന്നും. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസും റിജക്ഷൻസും വരും ആ അന്വേഷണവും ആ അറിവിൽ നിന്നും. ഇതാണ് പൊതുവേ നമ്മളെ ലോകമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അന്വേഷണം വരുന്ന സമയത്ത് തന്നെ അവിടെ ഇൻഡയറക്റ്റായിട്ട് നടക്കുന്നത് എന്താണ്, ഞാൻ വേറെ അന്വേഷിക്കുന്ന ഒന്ന് വേറെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ്, ഇഷ്ടക്കേട്, അങ്ങനെയാണ് ഈ ലോക വ്യവഹാരത്തിൽ നമ്മളിങ്ങനെ പെടുന്നത്. ഞാൻ വേറെ ഇത് വേറെ, അതായിട്ട് ഞാൻ കണക്റ്റ് ആവുന്നു, റിജക്റ്റ് ആവുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ ഓരോ നോളജും നമുക്ക് ഓരോ ഫയൽസ് തരുന്നു, അതനുസരിച്ച് ബോണ്ടിങ്ങും തരുന്നു. ഇതിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ലോകമെന്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നു, ഇതിൻ്റെ എൻഡിങ് എന്താണ്? അപ്പോൾ ആ എൻഡിങ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ എൻഡിങ്ങിന് മുമ്പേ നമ്മളെ എൻഡിങ് വരും, നമ്മൾ മരിച്ചു പോകും. ലോകം മരിക്കുന്നതിന് മുമ്പേ നമ്മൾ മരിക്കുമല്ലോ, നമുക്കൊരു പർട്ടിക്കുലർ ഏജ് വരെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ മരിക്കും, ഞാൻ മരിക്കും. അപ്പോൾ ഈ മരണം എന്ത്, ഇതൊക്കെ ഇതൊക്കെയാണ് ഉള്ളിലുള്ള സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു അന്വേഷണം. അങ്ങനെ ഇതായിരുന്നു. അപ്പം മരണത്തെ ഭയക്കാത്ത ആരുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭയം വരും, മരണത്തെ പറ്റിയിട്ടുള്ളൊരു ഭയം വരും. അപ്പോൾ ഈ ഭയത്തെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളൊരു തോട്ടായിരുന്നു പിന്നീട് ഉണ്ടായത്. അപ്പം നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മൾ മരിക്കുന്നത് ആദ്യം ചിന്തിക്കില്ല, വേണ്ടപ്പെട്ടവർ മരിക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് തോട്ട് വരുന്നത്. അപ്പോൾ അവർ മരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉൾക്കൊള്ളും, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരു സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് കണക്റ്റായത്. അപ്പം വീണ്ടും അത് കണക്ട് ചെയ്ത് പറയാം. അന്വേഷണം നമ്മളെ സോൾ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിയപ്പോൾ പല സോളില്ലെന്നുള്ളൊരു കാര്യം ബോധ്യപ്പെട്ടു. ഒറ്റ സോളേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അന്വേഷിക്കുന്നവൻ ആരാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പെട്ടെന്ന് കണക്റ്റായി. അപ്പോൾ ഇത് സോളാണ്. അപ്പോൾ എല്ലാ സോളാണെങ്കിൽ സോൾ അന്വേഷിക്കുകയില്ല, വേറെ ഒന്നില്ലല്ലോ അന്വേഷിക്കാൻ, ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ അന്വേഷണവും അവിടെ വെച്ച് സ്റ്റോപ്പായി. അപ്പോൾ ആ സ്റ്റോപ്പാവാനുള്ള കാരണം ശരിക്കും അന്വേഷണത്തിൽ നിന്ന് നിരീക്ഷണത്തിലോട്ട് എത്തിയോണ്ടാണ്. അപ്പോൾ അവിടെ ധ്യാനം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മളുടെ ഒരു റൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ അന്വേഷണവും അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതും ഈ ഉള്ളിൽ നിന്ന് തന്നെയാണോ, അതോ അതും അതിന് പുറമേ നിന്നൊരു ഗുരു? നമ്മുടെ ഗുരു സങ്കല്പം അവധൂത് വിശ്വനാഥാണ്. വൺ ടൈം മാത്രമേ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുള്ളൂ. അദ്ദേഹമാണ് ആ സ്പാർക്ക് തരികയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നേ ഉള്ളൂ, ഒരു സോളേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ ഗുരു ശിഷ്യൻ അല്ലെങ്കിൽ അറിവ് അറിയപ്പെടാനുള്ള ശ്രമം, ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസിലെല്ലാം അവിടെ മെൽട്ടായി, ഒന്നസിലോട്ട് അങ്ങ് കണക്റ്റായി. അങ്ങനെ ഉള്ളത് കാരണം ഇത് അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ എന്നുള്ള ആ ക്ലാസിഫിക്കേഷനും പ്രസക്തിയില്ലാതെ വന്നു. കാര്യം ഇവിടെ ഒന്നേ ഉള്ളൂ, അറിവേ ഉള്ളൂ. ആ അറിവിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പം അവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു അൾട്ടിമേറ്റിലോട്ട് ഇങ്ങനെ ധ്യാനാവസ്ഥയിലോട്ട് പോകുമ്പോൾ പിന്നെ അതേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുനാളിൽ ഈ ഒരു അന്വേഷണത്തിൻ്റെ ചോദ്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങ് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. ആ ഒരു വിചാരം തന്നെ ധ്യാനമായിരുന്നു. പക്ഷെ അപ്പോഴതറിയില്ല. അറിയില്ല. അപ്പോൾ എന്താ പറയാൻ, നമ്മളുടെ ഒരു ബേസിക്കലി
സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വരുമ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ഒരിടത്ത് അങ്ങനെ ഇരിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കും. നമ്മൾ വീട്ടിൽ നിന്ന് നടന്ന് നേരെ ആഴിമല വരെ നടക്കും. ഈവനിങ് ആണ്. ഈ നടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ഇത് ഉള്ളിലിങ്ങനെ ചിന്തയും നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ കൂടി ഇങ്ങനെ പോകും. നടന്ന് ഏകദേശം ആഴിമലയൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു 6:30-7 മണിയൊക്കെ ആവും. എന്നിട്ട് അപ്പോഴും ഈ സംഭവം തീരുന്നില്ല. വീണ്ടും തിരിച്ച് കിടക്കും. അവിടെ നിന്ന് ഇനി വീട്ടിൽ എത്തണ്ടേ, അപ്പോഴത്തേക്ക് ഒരു 9:30 ആവും. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണയിൽ ഈ സംഭവം എത്തും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചിന്തകളിലൂടെ കിട്ടുന്നു എന്നാണോ? ചിന്തകൾ ആണ് ആ വഴി ഉണ്ടായത്. ഫസ്റ്റ് വഴി അങ്ങനെയാണ് ചിന്തിച്ച്. ചിന്ത എന്ന് പറയുമ്പോൾ സാധാരണ ചിന്തകളും നിശ്ചലം ആകണമെന്നാണ്. ബേസിക് തോട്ടിൽ നിന്ന് ഡീപ്പായിട്ടുള്ള തോട്ടിലോട്ട് പോയി. അപ്പോഴൊരു എക്സ്പാൻഷൻ നമുക്ക് ഫീൽ ചെയ്തു. സ്വാഭാവികമായിട്ടൊരു എക്സ്പാൻഷൻ ഫീൽ ചെയ്തു. ആ എക്സ്പാൻഷൻ നമുക്ക് കുറേ കൂടി സുഖം തന്നു. കാര്യം എന്താണ്, വീണ്ടും ബേസിക് തോട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും, ഒരു സഫോക്കേഷൻ വരും. അപ്പം ഈ എക്സ്പാൻഷനാണ് സുഖം എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ എത്തി. അപ്പോഴതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഡീപ്പായിട്ടുള്ള തോട്ടാണ്. അപ്പോൾ ഈ ഡീപ്പ് തോട്ടിൻ്റെ സോഴ്സിലോട്ട് എത്തുമ്പോഴത്തേക്കും ആ പറയുന്ന ഒരു ധ്യാനാവസ്ഥ സ്വാഭാവികമായിട്ട് വരും.